നമസ്കാരം. CPM ഏരിയ സെക്രട്ടറിയുമായുള്ള ഫോൺ വിളിയുടെ ശബ്ദരേഖ പുറത്തു വന്നതിന് ശേഷം അജ്ഞാത ഭീഷണി ഫോൺ കോൾ വന്നതായി നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ് ഇന്നലെ കളക്ടർക്ക് പരാതി നൽകി. പരാതി കളക്ടർ ആറന്മുള പോലീസിന് കൈമാറി. പോലീസ് ഇനി മൊഴിയെടുക്കും. ഇതേ സ്ഥലത്ത് ജോലിയിൽ തുടരാൻ പ്രയാസമാണെന്ന് വില്ലേജ് ഓഫീസർ മേലധികാരികളെ അറിയിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ വില്ലേജ് ഓഫീസർ അവധിക്ക് അപേക്ഷ നൽകി. നാരങ്ങാനത്ത് ജോലി ചെയ്യാൻ ഭയമാണെന്നാണ് ജോസഫ് ജോർജ് പറയുന്നത്. വീടിന്റെ നികുതി കുടിശ്ശിക അടച്ചു തീർക്കണമെന്നാവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം നാരങ്ങാനം വില്ലേജ് ഓഫീസർ CPM പത്തനംതിട്ട ഏരിയ സെക്രട്ടറി MV സഞ്ജുവിനെ ഫോൺ വിളിച്ചത്. സംസാരത്തിനൊടുവിൽ പ്രകോപിതനായ ഏരിയ സെക്രട്ടറി വില്ലേജ് ഓഫീസറെ വീട്ടിൽ കയറി വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ പുറത്തു വന്നു. ഇതോടെ പ്രതികാരം കൂടി. സഞ്ജുവിനോട് വിരോധമില്ലെന്നും പെട്ടെന്നുള്ള പ്രകോപനത്തിൽ സംസാരിച്ചതാണെന്നും വില്ലേജ് ഓഫീസർ പറഞ്ഞു. സേവ് ചെയ്യപ്പെടാത്ത നമ്പറുകളിൽ നിന്നുള്ള സംഭാഷണം റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ് ഫോണിലെ ക്രമീകരണം. സംഭാഷണം റെക്കോർഡ് ചെയ്ത് മനഃപൂർവ്വം പ്രചരിപ്പിച്ചെന്നാണ് ആരോപണം. ഭീഷണി കോളുകൾ തുടർന്നതോടെ വില്ലേജ് ഓഫീസർ ഔദ്യോഗിക നമ്പറിന്റെ സിം കാർഡ് ഓഫീസിൽ വെച്ച ശേഷം പരാതി നൽകാനായി കളക്ടറേറ്റിലേക്ക് പോയി. റവന്യൂ ഉദ്യോഗസ്ഥർ മറ്റൊരു വാഹനത്തിൽ ഇദ്ദേഹത്തെ അനുഗമിച്ചു. വില്ലേജ് ഓഫീസർ അഴിമതിക്കാരനാണെന്ന് ഏരിയ സെക്രട്ടറി MV സഞ്ജു ആരോപിച്ചു. മര്യാദഘട്ട നിലയിലാണ് തന്നോട് സംസാരിച്ചതെന്നും വിവാദമുണ്ടാക്കാൻ ബോധപൂർവ്വം സംഭാഷണം റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നും സഞ്ജു പറഞ്ഞു. സഞ്ജുവും ജോർജ് ജോസഫും തമ്മിലുള്ള സംഭാഷണം കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു. ഭീഷണികൾ തുടർന്നതോടെ വില്ലേജ് ഓഫീസർ ഔദ്യോഗിക ഫോൺ ഉപയോഗിക്കാതെയായി. ഇന്നലെ ഉച്ചവരെ ജോർജ് ജോസഫ് വില്ലേജ് ഓഫീസിലുണ്ടായിരുന്നു. ഔദ്യോഗിക മൊബൈൽ സിം കാർഡ് ഓഫീസിൽ വെച്ച ശേഷം ഉച്ചയുടെ ഓഫീസിൽ നിന്ന് മടങ്ങി. വില്ലേജ് ഓഫീസർ ദീർഘാവധിക്ക് അപേക്ഷ നൽകിയതായും അറിയുന്നു. വീടിന്റെ കെട്ടിട നികുതി അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് 2022 മുതൽ ഏരിയ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയിരുന്നു. ഡെപ്യൂട്ടി തഹസിൽദാർ നൽകിയ കുടിശ്ശിക പട്ടികയിലെ ആദ്യ പേരുകാരനായിരുന്നു ഏരിയ സെക്രട്ടറി. ഇത് ലഭിച്ച ശേഷം ഏരിയ സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് കുടിശ്ശിക അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് വാക്കുതർക്കവും ഭീഷണിയും ഉണ്ടായത്. വില്ലേജ് ഓഫീസർ അപമര്യാദയായി സംസാരിച്ചതിനാലാണ് പ്രതികരിക്കേണ്ടി വന്നതെന്ന് ഏരിയ സെക്രട്ടറി MV സഞ്ജു പറഞ്ഞു. വിവാദമുണ്ടാക്കാൻ ബോധപൂർവ്വം സംഭാഷണം റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കുകയായിരുന്നു. വില്ലേജ് ഓഫീസർ നാരങ്ങാനത്ത് വന്ന് 15 ദിവസം തികയുന്നതിന് മുൻപ് 2 പേരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതായി സഞ്ജു ആരോപിച്ചു. അതിനിടെ വില്ലേജ് ഓഫീസർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ CPM പ്രവർത്തകർ വ്യാപകമായ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. കൈക്കൂലി എന്നത് CPM ക്യാപ്സ്യൂളാണെന്നും സമാനമായാണ് കണ്ണൂരിലെ ADM ആയിരുന്ന നവീൻ ബാബുവിനെ ആത്മഹത്യക്ക് ഇട്ടുകൊടുത്തതെന്നും വാദമുയരുന്നുണ്ട്. ജോർജ് ജോസഫും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നാണ് സൂചന. പെട്രോൾ പമ്പിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതാണ് നവീൻ ബാബുവിനെ ശത്രുവാക്കിയത്. ഇതിന്റെ പ്രതികാരമായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലിരുന്ന് PP ദിവ്യ തീർത്തത്. അത് താങ്ങാൻ കഴിയാതെയാണ് നവീൻ ബാബു ജീവനൊടുക്കിയത്. അത് ഏറെ ചർച്ചയായി. അതേ കണ്ണൂർ മോഡൽ വീണ്ടും കേരളം കാണുകയാണ് നാരങ്ങാനത്തിലൂടെ.